ഒരു മനുഷ്യന്റെ ആധ്യാത്മികമായിട്ടുള്ള പാന്താവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവനവന്റെ വീടാണ്. അവിടെ നിന്നാണ് തുടക്കം ഉണ്ടാവേണ്ടത്. അതിൽ നാമജപത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഈ സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്ന ഏറ്റവും മിനിമം കാര്യങ്ങൾ, ഇപ്പൊ ഈ മുതിർന്നവരെ ബഹുമാനിക്കാനുള്ള ഒരു മെന്റാലിറ്റി നോക്കൂ. എല്ലാ കാലത്തും ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള മഹാത്മാക്കളുടെ പ്രവർത്തനം കൊണ്ട് ഈ ധർമ്മത്തിനൊരു വല്ലാത്ത വീഴ്ച എന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓരോ സമയത്ത് വീഴ്ച ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും പല പല മഹാത്മാക്കൾ വന്ന് അതിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു അയ്യപ്പ ക്ഷേത്രം, വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ്, പേര് ഞാൻ പറയുന്നത്. വൈകിട്ട് അവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അയ്യപ്പസ്വാമിയും മാളികപ്പുറത്തമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ അവിടെ സംസാരിക്കേണ്ടായി. അപ്പൊ അതിൽ വേദിയിൽ നിന്ന് ഒരാള് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെയൊന്നും അല്ല, എന്തിനാണ് എന്ന് ഒരു പുതിയ തലമുറയിലുള്ളൊരു കുട്ടി നമ്മളോട് ചോദിക്കുമ്പോൾ ആത്യന്തികമായിട്ട് പുരുഷാർത്ഥങ്ങളിൽ ഇപ്പൊ മോക്ഷം നമ്മൾ പറയുകയാണെങ്കിലും ആ കുട്ടി അതിൽ കൺസേൺഡ് അല്ല. ഇപ്പൊ ധർമ്മപുത്രൻ എന്ന് പറയുന്ന രാജാവിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇപ്പൊ ഈ ട്രോമ അല്ലെങ്കിൽ ഡിപ്രഷൻ, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു മനോഭാവം, രണ്ട്, ഇതിനൊക്കെ നിങ്ങളെ ഉയർത്താനായിട്ട് പുറമേ നിന്ന് ആരെങ്കിലും വരുന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ കാത്തിരിക്കാൻ വേണ്ട. ഇതിനെയൊക്കെ തന്നെ ഉയർത്താനായിട്ടുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിറച്ചിട്ടുണ്ട്. വ്യാസൻ സല്യൂട്ട് ഭാരത്. സല്യൂട്ട് നാരായണ. ഈ വ്യാസ മഹർഷിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇതിഹാസങ്ങൾക്കപ്പുറം വ്യാസനെ പോലെ, ആ പേരിന്റെ കൗതുകം കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അധികം ആർക്കും അങ്ങനെ കേട്ടിട്ടുമില്ല അങ്ങനെ ഒരു പേര്. വ്യാസനെ പോലെയുള്ള ആൾക്കാർക്ക് ഈ ഇതിഹാസങ്ങളെക്കുറിച്ച്, അദ്ദേഹം രചിച്ചു വെച്ച മഹാധ്യായങ്ങളെക്കുറിച്ച് വീണ്ടും 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 പറയേണ്ടി വരുന്നതിലേക്ക് നമ്മുടെ വർത്തമാനകാലം അത്രയ്ക്കങ്ങ് മോശമായിട്ടുണ്ടോ? എന്താണ് നിരീക്ഷിക്കുന്നത്? അങ്ങനെ നോക്കൂ, എല്ലാ കാലത്തും ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള മഹാത്മാക്കളുടെ പ്രവർത്തനം കൊണ്ട് ഈ ധർമ്മത്തിനൊരു വല്ലാത്ത വീഴ്ച എന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓരോ സമയത്ത് വീഴ്ച ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും പല പല മഹാത്മാക്കൾ വന്ന് അതിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുക്കാൻ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തൊട്ട് ഈ ധർമ്മത്തിലുണ്ടായിരുന്നു. ഞാൻ ആ ഒരു കാറ്റഗറിയിലുള്ള ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ ഒരു ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഈ ഭാരതത്തിലും പുറത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാൻ ഒരു കാറ്റലിസ്റ്റിനെ പോലെ നമുക്ക് നമ്മളാൽ സാധിക്കുന്ന എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ പ്രഭാഷണങ്ങളായാലും അല്ലെങ്കിൽ ഒരു യുവതലമുറയിൽപ്പെട്ട കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണെങ്കിലും അതിലേക്കൊക്കെ വരുന്നത്. ആത്യന്തികമായിട്ട് ഭാരതത്തിന്റെ പാരമ്പര്യമായിട്ടുള്ള ഈ വേദം അല്ലെങ്കിൽ അറിവ് അത് തന്നെയാണ് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഷുഗർ കോട്ടഡ് ആയിട്ട് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന സാധാരണക്കാരിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അതായത് അതിനെ പൂർണ്ണ തോതിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തൊരു സമൂഹത്തിന് മുമ്പിൽ കുറച്ചൊക്കെ കഥകളിലൂടെ, കുറച്ചൊക്കെ ഇതിഹാസത്തിന്റെയും പുരാണത്തിന്റെയും പിൻബലം എടുത്തുകൊണ്ട് ഈ ധർമ്മത്തിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ മഹത്വം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് തൽക്കാലം ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷെ ഇതിനെ ഈ പുരോഗമനവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ നഖശികാന്തം എതിർക്കാറുണ്ട്. അവർ ചില ശാസ്ത്രീയ നിഗമനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളെ വേദങ്ങളിലോ മറ്റോ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളെ ഖണ്ഡിക്കാറ് ശ്രമിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന് അതീതമായി, വിമർശനങ്ങൾക്ക് അതീതമായി ഇത് എത്രത്തോളം സ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു അയ്യപ്പ ക്ഷേത്രം, വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ്, പേര് ഞാൻ പറയുന്നില്ല. വൈകിട്ട് അവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അയ്യപ്പസ്വാമിയും മാളികപ്പുറത്തമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ അവിടെ സംസാരിക്കേണ്ടായി. അപ്പൊ അതിൽ വേദിയിൽ നിന്ന് ഒരാള് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെയൊന്നും അല്ല എന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഈ പറയുന്ന കന്യയ്യപ്പന്മാര് വരാത്ത കാലത്ത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ അയ്യപ്പനും മാളികപ്പുറത്തമ്മയാണ് അദ്ദേഹത്തിന്റെ വേർഷൻ. പാട്ട് വരെ ഉണ്ട് അങ്ങനെ. അതെ, എന്റെ വേർഷനിൽ സ്വാമിയുടെ അമ്മയുടെ സ്ഥാനത്തുള്ള ദേവത എന്നാണ് എന്റെ വേർഷൻ. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ അതൊരു വലിയ സമൂഹത്തിന് മുമ്പിൽ അതാണ് വസ്തുത എന്ന് പറയണ സമയത്ത് അദ്ദേഹവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻബലത്തിൽ നിൽക്കുന്ന മറ്റു ചില വിഭാഗത്തിൽപ്പെട്ട ആളുകളും കുറെ നാളുകളായിട്ട് ഈ സമൂഹത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ധാരണയ്ക്ക് മാറ്റം വരുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് അവരുടെ അടിത്തറയ്ക്ക് ഭാവിയിൽ കോട്ടം തട്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുമ്പോഴാണ് ഈ എതിർപ്പ് ഉണ്ടാവുന്നത്. ഇത് നോക്കൂ, ഒരു പരിധി വരെയൊക്കെ ഇത്രയും കാലം അത് വിജയിച്ചിരുന്നു.
ഇന്ന് ഇപ്പൊ നവമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൂടെ അല്ലെങ്കിൽ സത്സംഗങ്ങളിലൂടെ വലിയ തരത്തിൽ നമ്മുടെ ധർമ്മം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് സാധാരണക്കാർക്ക് വരെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള പ്രബോധനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും കാലം ഉണ്ടാക്കിയ നരേറ്റീവ് ഒരു പെട്ടെന്ന് അങ്ങോട്ട് അത് മാറുന്ന സമയത്ത് അതിനോടൊരു അസഹിഷ്ണുതാ മനോഭാവം കാണിക്കുന്ന മെന്റാലിറ്റി ഉള്ള ആൾക്കാർ, ഈ പറഞ്ഞ കപട പുരോഗമനം പറയുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. പക്ഷെ ഈ ഒരു മണ്ണ് എന്ന് പറയുന്നത് ഈ ധർമ്മത്തിന്റെ മണ്ണാണ്. അപ്പൊ ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പൂർണ്ണമായും ഈ ധർമ്മത്തിൽ ഊന്നിയൊരു സംസ്കാരം ഈ ഭാരതത്തിൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചില രാഷ്ട്രീയ ധാരകളോട് ചേർത്ത് വായിക്കുമ്പോൾ ചിലർ ഈ വേദപഠനത്തേക്ക്, പണ്ട് നമ്മുടെ ഒരു സമ്പ്രദായം അതായിരുന്നു, ഗുരു പറഞ്ഞു തരുന്നത് എന്താണോ അതാണ് നമ്മൾ പിന്തുടർന്ന് വന്നിരുന്നത്. പിന്നീട് അത് മാറി പുതിയ അധ്യയന രീതികളിലേക്ക് പോയി, പുതിയ ആശയധാരകൾ കടന്നു വന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ വേദപഠനം അതേപോലെയുള്ള, അതായത് മറ്റു കാര്യങ്ങൾ, ഗീതോപദേശം പോലെയുള്ള കാര്യങ്ങളൊക്കെ പല തരത്തിൽ അഭ്യസിപ്പിക്കുന്നു. പക്ഷെ പൊതുസമൂഹം അതിനെ ഇപ്പോഴും സംശയത്തോടെ കാണുന്നു. ഇതിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് നടത്തുന്നത്. ഇത് പൊതുവെ ഈ സനാതന ധർമ്മത്തേക്ക് അതിന്റെ പുനരുദ്ധാരണം അതൊക്കെയാണ് ലക്ഷ്യമെന്ന് പറയുമെങ്കിലും പൊതുസമൂഹം അതിനെ ഏറ്റെടുക്കുന്നില്ല. അപ്പൊ അവരുടെ അക്സെപ്റ്റൻസ് നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? നോക്കൂ, ഇത് രണ്ട് തരത്തിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു അമ്പലം, ആ അമ്പലത്തിലെ ഭാരവാഹികൾ പറയാണ്, ഒരു പൊതു സദസ്സിൽ വെച്ചിട്ട് ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് പറയാണ്, ഈ വർഷം മുതൽ നമ്മൾ ഇവിടെ ഒരു ഗീതാ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഇതിലേക്ക് അയക്കണം എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ നാളുകളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെറേറ്റീവ് ഉണ്ട്. ഈ ഗീതാ ക്ലാസ് എന്താണ്, അല്ലെങ്കിൽ യോഗ പഠനം എന്ന് പറയുന്നത് എന്താണ്, ഇതിനെയൊക്കെ ഒരു രാഷ്ട്രീയ ഒരു ചായ്വ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കപടവർഗീയതയുടെ ഒരു മുഖം കൊടുത്തുകൊണ്ട് ഇതൊക്കെ മോശമാണെന്നൊരു ഇന്റർപ്രിട്ടേഷൻ ദീർഘനാളുകളായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമാജത്തെ ഉദ്ധരിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ ആ കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഇത് സഹായകമാകും എന്ന് വലിയ രീതിയിൽ ഇന്ന് സമൂഹം തിരിച്ചറിഞ്ഞ സമയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും നാളത്തെ പോലെ ആ നെറേറ്റീവ് ഇനിയും അത് കൊണ്ടു നടക്കാൻ അങ്ങനെ ശ്രമിച്ച ആളുകൾക്ക് സാധിക്കില്ല. കാരണം ഒരേ സമയം സമാജത്തിന്റെയും അതേസമയം ആ വ്യക്തിയുടെയും ഒരുമിച്ചിട്ടുള്ള ഉയർച്ചയാണ് ഈ പശ്ചാത്തലങ്ങളിലൂടെ ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കിയ ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത്. കാരണം ഇന്ന് നമ്മളൊക്കെ പോകുന്ന വേദികളിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ധർമ്മ പ്രബോധനങ്ങളാവട്ടെ, പ്രഭാഷണങ്ങളാവട്ടെ, സത്സംഗങ്ങളാവട്ടെ, ഞാൻ കാണുന്നത് അത് ഏറ്റവും കൂടുതൽ ഓർഗനൈസ് ചെയ്യുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ്. പലപ്പോഴും ഒരു 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ് ഇതിന്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അവരാണ് അവരുടെ ഗ്രാമങ്ങളിലുള്ള വീടാന്തരം പോയി യഥാർത്ഥത്തിൽ ഇതിന്റെ വസ്തുത എന്താണ് എന്ന് നേരിട്ട് ബോധ്യപ്പെടുത്തി, ഒപ്പം തന്നെ ഈ ധർമ്മത്തിൽ വന്ന് ജനിച്ചതിന്റെ മാഹാത്മ്യവും അവരെ കൊണ്ട് സാധിക്കുന്ന പോലെ അവരുടെ ഒരു പ്രബോധനമുണ്ട്. അതിൻ്റെ അത്രയൊന്നും ഞങ്ങൾ പോലത്തെ ആൾക്കാർ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഏറ്റവും വേദികളിലേക്ക് ഇറങ്ങിയിട്ട് ഇത് എന്തിനാണ് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള അവബോധം സമൂഹത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ നെറേറ്റീവ് ഉടനെ തന്നെ മാറും. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കേരളത്തിൽ മുഴുവൻ അങ്ങനെ ഒരു ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സമീപ ഭാവിയിൽ തന്നെ വേദ ആയിക്കോട്ടെ, ഗീത ആയിക്കോട്ടെ, ആത്യന്തികമായിട്ട് സനാതന ധർമ്മത്തിൽ അഭിമാനിക്കുന്ന ഒരു തലമുറ വളരെ ചുരുങ്ങിയ ഭാവിയിൽ തന്നെ കേരളത്തിൽ മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇപ്പോൾ പുതിയ കാലത്തെല്ലാം റെഡിമെയ്ഡ്, ഉടനടി റിസൾട്ട് വേണം, ഞാൻ ഇത് പിന്തുടർന്നുകൊണ്ട് ഇത് അഭ്യസിച്ചുകൊണ്ട് എന്താണ് പ്രയോജനം? പക്ഷെ അതേ സമയത്ത് തന്നെ യുവതലമുറ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ചിന്താഗതികളിൽ നിന്ന് മാറി നിൽക്കുന്നവർ വലിയ രീതിയിൽ മറ്റു പല കുഴപ്പങ്ങളിൽ നിന്ന് ചാടുന്ന ആത്മഹത്യാ പ്രവണതകൾ പോലും വലുതാവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇപ്പോൾ മറ്റ് ഇതര മതവിശ്വാസങ്ങളിലൊക്കെ അവരുടെ വിശ്വാസധാരകൾ പഠിക്കേണ്ടതൊരു നിർബന്ധ അവസ്ഥയിലുണ്ട്, എന്തുകൊണ്ട് ഈ സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദു ആചാരക്രമം പാലിക്കുന്നവർ ഇതിന്റെ പ്രാധാന്യം ഇപ്പോഴും തിരിച്ചറിയാതെ പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തെ തലമുറ അതിനെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്? എങ്ങനെ നമ്മൾ ഇവരെ ഈ ഒരു രീതിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കും? സനാതന ധർമ്മത്തിന്റെ ഒരു മഹത്വമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വിശ്വാസത്തിന്റെ പാന്താവും പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം ഈ ധർമ്മം തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈശ്വരന്റെ പല രൂപത്തെ ആരാധിക്കാനുള്ള ഒരു ഏകദൈവ വിശ്വാസത്തിൽ അടിയുറപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസമല്ല നമ്മുടേത്. ഈവൻ എത്തീസ്റ്റ് ആയിട്ടുള്ള ഒരു നിരീശ്വര സംസ്കാരം പറയുന്ന ആളുകൾക്കും ഇവിടെ സ്ഥാനമുണ്ട്, ചാർവാകമായിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ ഏത് രീതി നിങ്ങൾ പിന്തുടരുന്നല്ല, ഈ ധർമ്മത്തിൽ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം മഹത്തരം. അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ ചില തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പലയിടത്തും കോട്ട് ചെയ്യാറുള്ളതാണ് ഇപ്പൊ വിഷ്ണു സഹസ്രനാമം, നാമജപത്തിന്റെ പ്രാധാന്യം പറയുമ്പോൾ, അപ്പൊ നാമജപം എന്തിനാണ് എന്ന് ഒരു പുതിയ തലമുറയിലുള്ള ഒരു കുട്ടി നമ്മളോട് ചോദിക്കുമ്പോൾ
ആത്യന്തികമായിട്ട് പുരുഷാർത്ഥങ്ങളിൽ ഇപ്പൊ മോക്ഷം നമ്മൾ പറയുകയാണെങ്കിലും ആ കുട്ടി അതിൽ കൺസേൺഡ് അല്ല ഇപ്പോഴത്തെ കാലത്ത്. പലപ്പോഴും അത് അവന്റെ ആധ്യാത്മികമായിട്ടുള്ള പാതയിൽ അവന് മനസ്സിലാവും ആത്യന്തികമായിട്ട് ഈ മോക്ഷാവസ്ഥ അല്ലെങ്കിൽ ആ പരമമായിട്ടുള്ള ആനന്ദാവസ്ഥ അനുഭവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം, അല്ലെങ്കിൽ എൻ്റെ ജന്മത്തിന്റെ കാരണത്തെ അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള ബോധം അവന്റെ ആ പാതയിൽ അവന് ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞതുപോലെ നാമജപത്തിലൂടെ മോക്ഷത്തിൽ നിനക്ക് എത്താൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്തെ തലമുറ ചിലപ്പോൾ അതിനോട് നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു പോസിറ്റീവായിട്ട് പ്രതികരിച്ചോളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ് എപ്പോ വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ധർമ്മപുത്രൻ എന്ന് പറയുന്ന രാജാവിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇപ്പൊ ഈ ട്രോമ അല്ലെങ്കിൽ ഡിപ്രഷൻ, അതായത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു മനോഭാവം, ഇതുണ്ടായ സമയത്താണ് അദ്ദേഹത്തിന് ഭീഷ്മർ ഇത് ഉപദേശിക്കുന്നത്. ആ ധർമ്മോപദേശങ്ങൾക്ക് മുമ്പാണ് ശരിക്കും സഹസ്രനാമം ഉപദേശിക്കുകയും ചെയ്യുന്നത്. സഹസ്രനാമം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് രാജധർമ്മങ്ങൾ ഭീഷ്മർ ഉപദേശിക്കുന്നത്. അപ്പോ ആ ഉപദേശങ്ങൾ കിട്ടുന്ന സമയത്ത് അതിനെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ പാകപ്പെട്ട ഒരു മനസ്സ് നമുക്ക് നിർബന്ധമാണ്. ആ പാകപ്പെട്ട മനസ്സുണ്ടാക്കാനായിരുന്നു ആദ്യം സഹസ്രനാമം ആദ്യം ഉപദേശിച്ചത്. അതായത് ഈ അലകളുള്ള ഒരു കടലിലേക്ക് നമ്മൾ അറിവിന്റെ ഒരു സാഗരം തുറന്നു വിടുകയാണെങ്കിൽ അതിന് വേണ്ടത്ര ഒരു കലർച്ച ഉണ്ടാവില്ല എന്ന് പറയും. ഏറ്റവും അധികം സാവധാനത്തിൽ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു കടലിലേക്കാണ് നമ്മൾ ഈ അറിവിന്റെ ജാലകം തുറക്കേണ്ടത്. അപ്പൊ ആ യുധിഷ്ഠിര മഹാരാജാവിന്റെ മനസ്സ് ഇങ്ങനെ കലുഷിതമായ സമയത്ത് ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ എത്തില്ല എന്നുള്ള ബോധ്യം പിതാമഹൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മനസ്സിനെ അടക്കാൻ ആദ്യം അദ്ദേഹം നാമത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നോക്കൂ, അദ്ദേഹത്തിന് പോലും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട ഒരു സാഹചര്യം വന്ന പോലെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. കാരണം ഈ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ ഓർമ്മ വരണു, ഈ കഴിഞ്ഞ കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ള പാതകങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരണു എന്നുള്ള ഒരു കോൺട്രസ്റ്റിലാണ് അദ്ദേഹം ഇനി രാജ്യം വേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ അവിടെയാണ് ഭഗവാൻ അദ്ദേഹത്തെ ഭീഷ്മരെ കൊണ്ട് ഉപദേശിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, അങ്ങനെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന എത്രയോ ആളുകളെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അവരോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ സഹസ്രനാമത്തിന്റെ അല്ലെങ്കിൽ നാമ മഹിമ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ തിരിഞ്ഞോടേണ്ട ആവശ്യമില്ല. രണ്ട്, ഇതിനൊക്കെ നിങ്ങളെ ഉയർത്താനായിട്ട് പുറമേ നിന്ന് ആരെങ്കിലും വരുന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ കാത്തിരിക്കാൻ വേണ്ട. ഇതിനെയൊക്കെ തന്നെ ഉയർത്താനായിട്ടുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിറച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാക്കാൻ നാമത്തിന് സാധിക്കും. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇത് ചിലപ്പോ പണ്ട് കാലത്ത് ആധ്യാത്മികമായിട്ടുള്ള ഒരു പരിസരത്തിൽ ജീവിച്ച് വളർന്നിരുന്ന ഒരു തലമുറയ്ക്ക് ഈ കോണ്ടെക്സ്റ്റ് കൊടുക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് പണ്ടേ ഈ നാമത്തിന്റെ പ്രാധാന്യമൊക്കെ വളർന്ന് വരുന്ന സമയത്ത് അവർക്ക് നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്ന് അതിനുള്ള സാഹചര്യങ്ങളില്ല. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ സംസാരിക്കേണ്ടത് വേറൊരു രീതിയിലാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും അങ്ങനെ കോട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു അക്സെപ്റ്റൻസ് സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നാണ് എൻ്റെ ഈ എളിയ പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ക്യാപ്സൂൾ രൂപത്തിലുള്ള സംഗതികൾ വേണം. ഇപ്പോൾ ഇത്രയും ഒരു ദൃഢമായ വിശ്വാസം മനസ്സിൽ ഉറയ്ക്കണമെങ്കിൽ കാലങ്ങളോളം അത് പിന്തുടർന്ന് അതിന്റെ രീതികൾ പരിചരിക്കാതെ നിവൃത്തിയില്ല. പക്ഷെ റെഡിമെയ്ഡ് ആയിട്ട് ഇപ്പോൾ യുവതലമുറയെ മുൻനിർത്തിയാണ് ചോദിക്കുന്നത്, മിനിമം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ സന്ധ്യാനാമ പ്രാർത്ഥന, ധ്യാനം, അങ്ങനെ പല മാർഗങ്ങളുണ്ടല്ലോ. മിനിമം നമ്മൾ എന്താണ് അനുഷ്ഠിക്കേണ്ടത് ഒരു ജീവിതത്തിൽ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മനുഷ്യന്റെ ആധ്യാത്മികമായിട്ടുള്ള പാന്താവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവനവന്റെ വീടാണ്. ആത്യന്തികമായിട്ട് അവിടെ നിന്നാണ് തുടക്കം ഉണ്ടാവേണ്ടത്. അതിൽ നാമജപത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഈ സനാതന ധർമ്മം ഉദ്ഘോഷിക്കുന്ന ഏറ്റവും മിനിമം കാര്യങ്ങൾ, ഇപ്പൊ ഈ മുതിർന്നവരെ ബഹുമാനിക്കാനുള്ള ഒരു മെന്റാലിറ്റി, ഗുരുജനങ്ങളെ ബഹുമാനിക്കാനുള്ള ഒരു മെന്റാലിറ്റി, അവൻ ജനിച്ചിട്ടുള്ള ധർമ്മത്തിന് അഭിമാനിക്കാനുള്ള ഒരു മെന്റാലിറ്റി, ഈ മിനിമം 3 കാര്യങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് വളരെ മാതൃകാപരമായിട്ട് വളർത്തിയെടുക്കാം എന്നാണ് പല മഹാത്മാക്കളും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത് ഈ ആധ്യാത്മികത എന്ന് പറയുന്ന കാര്യം തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉയർച്ചയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സത്സംഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്നാണ്. തീർച്ചയായിട്ടും ആണ്, അത് ഞാൻ മാറ്റി പറയുന്നില്ല. പക്ഷെ അതിനു മുമ്പ് തുടങ്ങേണ്ടത് സത്യത്തിൽ വീടുകളിൽ നിന്ന് തന്നെയാണ്. ആ വീടുകളിൽ നിന്ന് ഉണ്ടാവുന്ന ആധ്യാത്മികയ്ക്ക് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. ഞാൻ എല്ലായിടത്തും പറയാറുള്ള ഒരു കോമൺ എക്സാമ്പിൾ ആണ്. ഇപ്പൊ നോക്കൂ, അത് വീട്ടിൽ പരിമിതികൾ ഉണ്ടെങ്കിലേ ക്ഷേത്രത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുക. ഇപ്പൊ വീട്ടിൽ ചിലപ്പോൾ ഈ നാമം ജപിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ള ആചാര്യന്മാരുടെ കുറവ്, ഇതൊക്കെ വീടിന്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ അതിനെ മറികടക്കാനാണ് അവനവന്റെ ദേശത്തെ ക്ഷേത്രത്തെ നമ്മൾ ആദ്യം നമ്മൾ മുറുകെ പിടിക്കേണ്ടതെന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷമാണ് മഹാക്ഷേത്രങ്ങളിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ അതിലേക്കുള്ള സഞ്ചാരം നമ്മൾ വരുന്നത്. ഇപ്പൊ വീട്
നമുക്ക് ആ വീട്ടിലിനെ സംബന്ധിച്ച് ഇപ്പോൾ പരദേവത ആരാധന ഉണ്ടെങ്കിൽ ആ പരദേവത ആരാധന, അതിനുശേഷം ദേശക്ഷേത്രങ്ങളിലേക്കുള്ള ആരാധന, അത് കഴിഞ്ഞ് മഹാക്ഷേത്രങ്ങളിലേക്കുള്ള ആരാധന, ഇനി അതിനും അപ്പുറത്ത് അറിവിലേക്കുള്ള ഒരു യാത്ര. ഈ രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്യാപ്സ്യൂൾ അല്ല യാഥാർത്ഥ്യത്തിൽ വേണ്ടത്. ശാശ്വതമായിട്ടുള്ള മാറ്റത്തിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറിലുള്ള ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആധ്യാത്മികത വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലാതെ കുറെ ആ ക്ഷേത്രത്തിൽ പോവുക, കുറെ ഈ പുരാണം വായിക്കുക, അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള അച്ചടക്കത്തിന്റെയും ഒരു ഡിസിപ്ലിന്റെ ഒക്കെ പാതയിലുള്ള ഒരു ആധ്യാത്മികത നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ശാശ്വതമായിട്ടുള്ള മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് വീണ്ടും സത്സംഗങ്ങളെ പറയുന്നത്. ഈ സത്സംഗത്തിന് വീടുകളായിരുന്നു ആദ്യകാലത്തൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിരുന്നത്. ഇപ്പോഴും നമുക്കറിയാം, ഇപ്പൊ ഈ ശബരിമല കാലത്തൊക്കെ നമ്മുടെ വീടുകളൊക്കെ സത്സംഗത്തിന്റെ വേദികളായിട്ട് മാറാറുണ്ട്. ഇപ്പൊ ഭജന അല്ലെങ്കിൽ ഭിക്ഷ എന്ന പേരിലൊക്കെ നമ്മൾ സ്വാമിമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു, അതിനു മുമ്പായിട്ട് എല്ലാവരും ചേർന്നിരിക്കുന്നു, നാമം ജപിക്കുന്നു, ഭഗവാന്റെ പാട്ടുകൾ പാടുന്നു, അത് കഴിഞ്ഞ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇതിലൂടെ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇന്ന് അതിനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു. ഇന്നും കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിന്റെ തോത് വളരെയധികം കുറഞ്ഞു. അപ്പൊ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുക അവനവന്റെ ദേശത്തെ ക്ഷേത്രത്തെ. ആ ദേശത്തിന്റെ ക്ഷേത്രം എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റിയെ മുഴുവൻ ഒരുമിച്ച് ചേർക്കാനുള്ള ഒരു കേന്ദ്രം കൂടിയായിട്ട് വർക്ക് ചെയ്യണം എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. അത് ചെയ്യുന്നുണ്ട് ഇന്ന് പല ആളുകളും. അപ്പൊ അവർക്ക് ഈ പരിമിതികളില്ല. എല്ലാവരും ഒരു സമയത്ത് അവിടെ ഒരുമിച്ചിരിക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, മറ്റ് പല സഹോദര മതവിഭാഗങ്ങളും അങ്ങനത്തെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാനുള്ളത്, നമ്മളാണിത് തുടങ്ങി വെച്ചത് ആദ്യം. ആ മാതൃകയാണ് ഇന്ന് പല ആളുകളും അതിന്റെ ഒരു രീതിയിലേക്ക് അവരും കൂടി മാറാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഏതൊരു മതവിഭാഗത്തിന്റെ പല രീതികളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിന്റെയൊക്കെ ബേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക സനാതനധർമ്മത്തിലാണ്. ഈ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിലും വീടുകളിലുള്ള ആരാധനയാണെങ്കിലും എല്ലാം സത്യത്തിൽ തുടങ്ങി വെച്ചത് നമ്മളായിരുന്നു. നമ്മളിൽ നിന്ന് പകർത്തിയതാണ് പലതും. ഇന്ന് ഇപ്പൊ നമ്മൾ ഈ കറന്റ് സെനോറിയോയിൽ പോലും നമ്മൾ കാണുന്ന ഈ കോപ്പിയിങ് എന്ന് പറയുന്ന ഒരു കാര്യം വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അവരെ കണ്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ധർമ്മത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഗ്രാമക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ദേശക്ഷേത്രങ്ങളുടെയൊക്കെ സഹായം നമ്മൾ എടുക്കുമ്പോൾ അതിൽ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ് അത്തരത്തിലുള്ള വേദികളിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ധർമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് വേണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ വേദികളിലും പറയാനുള്ള ഒരു കാര്യം പറഞ്ഞു സംഭവിക്കാം. ഇപ്പൊ നോക്കൂ, നമ്മൾ ഒരു മഹാക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും കുടുംബമായിട്ട് ട്രാവൽ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഇപ്പോ ഗുരുവായൂർക്ക് പോകുമ്പോൾ വിത്ത് ഫാമിലി പോകണു, പഴനിക്ക് പോകുമ്പോൾ വിത്ത് ഫാമിലി പോകണു, മൂകാംബിക പോകുമ്പോൾ വിത്ത് ഫാമിലി പോകണം. എന്തുകൊണ്ട് അവനവന്റെ നാട്ടിലെ അമ്പലത്തിൽ സകുടുംബം പോകാറില്ല എന്ന് ഞാൻ എല്ലാ വേദികളിലും ചോദിക്കാറുണ്ട്. ഭാര്യയ്ക്ക് ഒരു സമയം, ഭർത്താവിന് വേറൊരു സമയം, മക്കൾക്ക് വേറൊരു സമയം. ആ രീതി മാറ്റി അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു സത്സംഗം ഒരു ആധ്യാത്മിക കേന്ദ്രത്തിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുമ്പോൾ, അല്ലെങ്കിൽ പോട്ടെ അവനവന്റെ ദേശക്ഷേത്രത്തിൽ നടക്കുമ്പോൾ സകുടുംബം അങ്ങോട്ട് പോകാൻ നമുക്ക് ഇന്ന് സാധിക്കുന്നു, അന്നായിരിക്കും ഈ ധർമ്മത്തിന് കൂടുതൽ കരുത്തുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.